മനസ്സിന്റെ ആഴങ്ങളിൽ ഒരു വിളി കേൾക്കുന്നുണ്ടോ? ഒരു നിശബ്ദമായ ശബ്ദം, ഒരു അദൃശ്യമായ സ്പർശം. ഇനി സമയം ആയി എന്ന് ആരോ ഉള്ളിൽ നിന്ന് പറയുന്നതുപോലെ തോന്നിയിട്ടുണ്ടോ? മീനം രാശിയിൽ ജനിച്ച നിങ്ങൾക്ക് ആ അനുഭൂതി ഇപ്പോൾ ശക്തമാകുന്നത് യാദൃശ്ചികമല്ല. ഇത് ആകാശം നിങ്ങൾക്ക് അയക്കുന്ന ഒരു സന്ദേശമാണ്. ഒരു ദൈവിക ഓർമ്മപ്പെടുത്തലാണ്. വർഷങ്ങളായി ഹൃദയത്തിൽ ചേർത്തുപിടിച്ചിരുന്ന ആ ആഗ്രഹം, ഒരിക്കലും ഉറക്കെ പറയാൻ ധൈര്യം ഇല്ലാതിരുന്ന ആ സ്വപ്നം, ഇനി നിറവേറുമോ എന്ന് ഉള്ളിൽ ചോദിച്ചുകൊണ്ടിരുന്ന ആ ദീർഘനിശ്വാസം. അതിന്റെ ഉത്തരം ഗ്രഹങ്ങൾ ഇന്ന് നൽകാൻ തയ്യാറായിരിക്കുന്നു. ഇത് കേവലം ഒരു ജ്യോതിഷ വായനയല്ല. ഇത് ബ്രഹ്മാണ്ഡം നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു നിമിഷമാണ്. ഒരു കോടി താരങ്ങൾക്കിടയിൽ ഒരു പ്രത്യേക ഗ്രഹസ്ഥിതി, ഒരു പ്രത്യേക ഊർജം, ഒരു പ്രത്യേക ദിവ്യനിയോഗം മീനം രാശിക്ക് വേണ്ടി മാത്രം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ വഴി ഒരിക്കൽ മാത്രം തുറക്കുന്ന ഒന്നാണ്. ഈ കവാടം ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ആണ്. ഇത് ഒഴിവാക്കി കടന്നുപോകരുത്. ജീവിതത്തിൽ ഒരു ഘട്ടം വരും, ഒരുപാട് കാത്തിരിപ്പിന് ശേഷം, ഒരുപാട് കണ്ണീരിന് ശേഷം, ഒരുപാട് പ്രാർത്ഥനകൾക്ക് ശേഷം. ആകാശം പൊടുന്നനെ തെളിയുന്ന ആ നിമിഷം. ആ നിമിഷം ഇപ്പോൾ, ഈ സമയം, ഈ ഘട്ടത്തിൽ മീനം രാശിക്ക് ആഗതമാകുകയാണ്. ഗ്രഹങ്ങൾ ചലിക്കുന്നു, കർമ്മചക്രം തിരിയുന്നു, ഭാഗ്യം ഉണരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ഒരു മഹാപരിണാമമാണ്. ഒരു ആത്മീയ ജ്വലനമാണ്. ഒന്ന് ശ്വാസം എടുക്കൂ, ഇരിക്കൂ, ശ്രദ്ധയോടെ കേൾക്കൂ, കാരണം ഇത് നിങ്ങൾ ഇതുവരെ കേൾക്കാൻ കാത്തിരുന്ന വാക്കുകളാണ്. ദൈർഘ്യമേറിയ കാത്തിരിപ്പ്, ആഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു ഹൃദയം, നിരവധി പ്രാർത്ഥനകൾ, ഒരുപാട് ഉറക്കമൊഴിഞ്ഞ രാത്രികൾ. ഇവ ഒന്നും വ്യർത്ഥമായിരുന്നില്ല. ഓരോ കണ്ണുനീർ തുള്ളിയും, ഓരോ പ്രാർത്ഥനയും, ഓരോ ആഗ്രഹവും ബ്രഹ്മാണ്ഡം ശ്രദ്ധിച്ചിരുന്നു, ഓർത്തിരുന്നു. ഉചിതമായ സമയത്ത് ഉത്തരം നൽകാൻ ഒരുങ്ങിക്കൊണ്ടിരുന്നു. ആ ഉത്തരത്തിന്റെ പ്രഭ ഇന്ന് ഗ്രഹങ്ങളിലൂടെ നിങ്ങളിൽ പ്രകാശിക്കാൻ ഇറങ്ങിവന്നിരിക്കുന്നു. മീനം രാശിയുടെ ആത്മീയ ശക്തി, ജ്ഞാനദ്യോതകമായ ഗ്രഹനിലകൾ, ഇതെല്ലാം ഒരു അത്ഭുതകരമായ ഒത്തൊരുമ ഇന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ഒത്തൊരുമ നിങ്ങളുടെ ജീവിതത്തെ ആഴത്തിൽ സ്പർശിക്കും, ഉലച്ചുകൊണ്ട് ഒരു പുതിയ ദിശ കാണിക്കും. അത് ഒരു ഭ്രമം അല്ല, ഒരു ഓർക്കലാണ്, ഒരു ദൈവനിർദ്ദേശമാണ്. ഈ ദൈവീക സന്ദേശം നിങ്ങളിൽ ആഴത്തിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യൂ. ഇപ്പോൾ, ഈ നിമിഷം, നിങ്ങൾ ഏറ്റവും ആഴമായി വിശ്വസിക്കുന്ന, ഹൃദയം കൊണ്ട് പ്രണാമം ചെയ്യുന്ന ആ ഇഷ്ടദേവതയുടെ തിരുനാമം കമന്റ് ആയി ഇടൂ. ആ ഒറ്റ പ്രവൃത്തി ഒരു ആത്മീയ ഊർജ്ജ കൈമാറ്റത്തിന്റെ ആരംഭം ആകും. നിങ്ങളുടെ ആ ദേവതയുടെ ശക്തി ഈ ഗ്രഹ ഊർജ്ജവുമായി ചേർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവിക അത്ഭുതം ഉണ്ടാക്കും. ഇത് ഒരു അന്ധവിശ്വാസം അല്ല. ഇത് ആത്മീയ ഊർജ്ജ ശാസ്ത്രമാണ്, ഭക്തി ഊർജ്ജമാണ്. ആ ഊർജ്ജം ഇന്ന് ഗ്രഹങ്ങളുടെ അനുകൂലമായ ഒഴുക്കിൽ ചേർന്ന് ഒരു ദ്വിഗുണ ശക്തിയായി നിങ്ങൾക്ക് ചുറ്റും പ്രവർത്തിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി തോന്നുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടുവെന്ന് ഒന്ന് അറിയിക്കൂ. ഈ ആത്മീയ ഊർജ്ജം കൂടുതൽ മനുഷ്യരിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഇത് പകർന്നു നൽകൂ. ഒരുപക്ഷേ ഈ വാക്കുകൾ ഇന്ന് ഒരാളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയേക്കാം. ആ ഒരു നന്മ ചെയ്യൂ. ഒരു കാര്യം കൂടി, ജ്യോതിഷശാസ്ത്രം ഒരു ദൈവദത്തമായ അറിവാണ്. നിങ്ങളുടെ ജനനകുണ്ഡലി നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ആത്മീയ ഭൂപടം ആണ്. ആ ഭൂപടം ശരിയായി വായിക്കുമ്പോൾ ജീവിതത്തിൽ ഏത് ദിശ തിരഞ്ഞെടുക്കണം എന്ന് വ്യക്തമാകും. വ്യക്തിഗത ജനനകുണ്ഡലി വായന, വിവാഹ പൊരുത്ത ഒത്തുനോക്കൽ, ഈ ദൈവിക സേവനത്തിന്റെ വിശദ വിവരങ്ങൾ കമന്റ് സെക്ഷനിൽ ഉണ്ട്. അത് ഒരു പ്രമോഷൻ അല്ല, ഇത് ഒരു ആത്മീയ ക്ഷണമാണ്. നിങ്ങളുടെ ജീവിതം കൂടുതൽ വ്യക്തതയോടെ, കൂടുതൽ ദൈവനിർദ്ദേശത്തോടെ ജീവിക്കുന്നതിനുള്ള ഒരു ഉപകരണം ആണ്. അത് ഉപയോഗിക്കൂ. ഇനി ഗ്രഹങ്ങൾ ഇന്ന് മീനം രാശിക്ക് ചൊരിയുന്ന ആ അത്ഭുതകരമായ ഊർജ്ജത്തിലേക്ക് കടക്കാം. ഇത് ശ്രദ്ധയോടെ കേൾക്കൂ, കാരണം ഇതിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു നിർണായക ഉൾക്കാഴ്ച ഉണ്ട്. ഗ്രഹങ്ങൾ, ഈ ബ്രഹ്മാണ്ഡത്തിലെ ദൈവിക ദൂതർ. ഓരോ ഗ്രഹവും ഒരു ഊർജ്ജ ശക്തിയാണ്. ഓരോ ഗ്രഹചലനവും ഒരു ആത്മീയ ഭൂകമ്പമാണ്. ഇന്ന് ആകാശത്ത് ഒരു അസാധാരണ ഗ്രഹചിത്രം ഉരുവായിക്കൊണ്ടിരിക്കുന്നു. ഈ ചിത്രത്തിൽ ഓരോ ഗ്രഹവും ഒരു പ്രത്യേക സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് മീനം രാശിയോട് ഒരു പ്രത്യേക ഭാഷ സംസാരിക്കുകയാണ്. ആ ഭാഷ ഗ്രഹണിക്കൂ, ആ ഊർജം ഉൾക്കൊള്ളൂ. ഗുരു ദേവഗുരു ബൃഹസ്പതി, ജ്ഞാനം, ഭക്തി, ഭാഗ്യം, വൈഭവം, ഗുരുകടാക്ഷം, ഇതെല്ലാം ഒരുമിച്ച് ഒഴുക്കുന്ന ആ മഹാഗ്രഹം. ഗുരു ഇന്ന് മീനം രാശിക്ക് ഒരു അനുകൂലമായ ദൃഷ്ടി ചൊരിയുന്നുണ്ട്. ഗുരുഗ്രഹം ഒരു ദൈവിക ഗുരുവിനെ പോലെയാണ്. അദ്ദേഹം ഒരു ശിഷ്യനെ ഇഷ്ടത്തോടെ നോക്കുമ്പോൾ ആ ശിഷ്യന്റെ ജീവിതം ഉത്കൃഷ്ടമാകുന്നു. ഇന്ന് ഗുരു മീനം രാശിക്കാരനെ ആ ഇഷ്ടത്തോടെ നോക്കുകയാണ്. ഈ ദൃഷ്ടി ഒരു ആശീർവാദമാണ്, ഒരു ദൈവനിർദ്ദേശമാണ്. ഈ ഗുരുദൃഷ്ടി നിങ്ങളുടെ ഉള്ളിൽ ഒരു ജ്ഞാനദ്വാരം തുറക്കും, ഒരു ഭൗതിക ഉയർച്ചയ്ക്ക് ഇടവരുത്തും, ഒരു ആത്മീയ ഉണർവ് ഉണ്ടാക്കും. ദൈർഘ്യമേറിയ കാലം ഉറങ്ങിക്കിടന്ന ഒരു ഭാഗ്യദ്വാരം ഗുരുദൃഷ്ടിയാൽ ഇന്ന് ഉണരുകയാണ്. ഇത് ഒരു ചെറിയ കാര്യം അല്ല. ഗുരുദൃഷ്ടി ലഭിക്കുന്ന ഒരു ഘട്ടം ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടാവില്ല. ഇന്ന് ആ ഘട്ടം മീനം രാശിക്കാർക്ക് ഉണ്ട്. ഇത് ഒരു ദൈവദാനമാണ്. ഇത് ഉൾക്കൊള്ളൂ.
ഇതിന് നന്ദി പറയൂ. ഈ ഊർജം ഉൾക്കൊള്ളാൻ ഗുരുഗ്രഹത്തെ ആദരിക്കൂ. ഗുരുഭഗവാനു നന്ദി അർപ്പിക്കൂ. ഗുരുദൃഷ്ടി ഒരു കടൽ തിരയുടെ ഊർജമാണ്. ആ തിര ഒരിക്കൽ വന്നു ചേരുമ്പോൾ ഇതുവരെ കരയ്ക്ക് ഉണ്ടായിരുന്ന ചുവടുകൾ പൊടുന്നനെ ദൂരത്തേക്ക് ഒഴുകിത്തുടങ്ങും. ജീവിതം ഒരു പ്രവൃദ്ധ ഭ്രമണപഥത്തിൽ കൊടുക്കും. ഈ ഊർജ ഒഴുക്ക് നിങ്ങൾ ഇതുവരെ ഉദ്ദേശിക്കാത്ത ഒരു ദിശ കാണിക്കും. ഒരു പ്രകടമായ ദൈവ ഇടപെടൽ ഉണ്ടാകും. ആ ഇടപെടൽ ഒരുപക്ഷേ ഒരു പ്രതീക്ഷിക്കാത്ത അവസരം ആകും. ഒരു അപ്രതീക്ഷിത നേട്ടം ആകും. ഒരു ആഗ്രഹ സഫലീകരണം ആകും. ഗുരുദൃഷ്ടി ഇങ്ങനെയാണ്. അത് ഒരു ചെറിയ ദ്വാരത്തിലൂടെ ഒരു വലിയ വെളിച്ചം കൊണ്ടുവരും. ആ വെളിച്ചം ഇന്ന് മീനം രാശിക്കാരുടെ ജീവിതത്തിൽ ഉദിക്കുകയാണ്. ഇനി ശനി, കർമ്മഫലദായകൻ ശനിദേവൻ. ഇദ്ദേഹം ദ്രുതഗതിയിൽ ചലിക്കുന്ന ഒരു ഗ്രഹം അല്ല. ആഴ്മയോടെ, ഘനത്തോടെ, ദൃഢതയോടെ ചലിക്കുന്ന ഒരു ഗ്രഹമാണ്. ശനി ഒരു ദൈവിക ന്യായാധിപനാണ്. ഓരോ കർമ്മഫലവും, ഓരോ ജന്മബന്ധവും, ഓരോ ജീവിതപാഠവും ശനി കൃത്യതയോടെ നൽകും. ഈ ഘട്ടത്തിൽ ശനി മീനം രാശിക്ക് ഒരു കർമ്മഫല വിതരണം ആരംഭിക്കുകയാണ്. ഇത് ഭീതിതം അല്ല. ഇത് ഒരു ദൈവന്യായമാണ്. ഇതുവരെ ചെയ്ത നന്മ, ഇതുവരെ ചൊരിഞ്ഞ കഷ്ടപ്പാട്, ഇതുവരെ നൽകിയ ത്യാഗം, ഇതെല്ലാം ശനി ഇപ്പോൾ ഒരു ഫലപ്രദ ഘട്ടത്തിൽ കൂട്ടിക്കൂട്ടി നൽകാൻ ആരംഭിക്കുകയാണ്. ശനി ഒരിക്കലും ഒരു ന്യായമായ ഫലം തടഞ്ഞു വയ്ക്കില്ല. ആ ഫലം ലഭിക്കാനുള്ള സമയം ആകുമ്പോൾ ശനി അത് കൃത്യമായി ഏൽപ്പിക്കും. ഈ ഘട്ടത്തിൽ ശനി മീനം രാശിക്ക് ഒരു ജീവിതക്രമ പുനഃക്രമീകരണം ഉണ്ടാക്കും. ചില കാര്യങ്ങൾ ഒഴിവാകും. ചില ബന്ധങ്ങൾ അകലും. ചില സ്ഥാനങ്ങൾ മാറും. ഇത് ഒരു നഷ്ടം അല്ല. ഇത് ഒരു കർമ്മ ശുദ്ധീകരണമാണ്. ഒരു ജീവിത ശ്രേണിക്രമമാണ്. ശനി ഉൾക്കൊള്ളൂ. ശനിദേവന്റെ ഈ കർമ്മ ഫലദാനം ദീർഘകാലത്തേക്ക് ഗുണദായകം ആകും. ആ ഗുണം ഇന്ന് കാണാൻ സാധിക്കില്ലായിരിക്കാം. ഒരുപക്ഷേ ഇന്ന് ഒരു ഭാരം ആയി തോന്നിയേക്കാം. എന്നാൽ ഏതാനും ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ ശേഷം ആ ഭാരം ഒരു ഭദ്രതയായി മാറും. ആ ഒഴിവ് ഒരു അവസരം ആയി മാറും. ഇനി രാഹുകേതു. ഈ ദ്വന്ദ്ഗ്രഹശക്തി ജീവിതത്തിന്റെ ഒരു ആഴ്ക്കടലാണ്. രാഹു ഭൗതിക ആകർഷണം, അഭിലാഷോർജം, ദ്രുതഗതി, ഒരു അദൃശ്യ വൈദ്യുതിയാണ്. കേതു ത്യാഗം, ആത്മീയ ഉൾക്കാഴ്ച, കർമ്മശ്രേണി, ജന്മജ്ഞാനമാണ്. ഈ ഘട്ടത്തിൽ രാഹുകേതു ഛേദം മീനം രാശിക്ക് ഒരു കർമ്മഭ്രമണ ബിന്ദു ഉണ്ടാക്കുകയാണ്. ഇത് ഒരു ജന്മബന്ധത്തിന്റെ ഒരു ഉൾക്കടൽ ഉണർവാണ്. ഒരു ജീവിത ദർശനമാണ്. ഈ ഘട്ടത്തിൽ മീനം രാശിക്കാർക്ക് ഒരു അത്ഭുതകരമായ ഉൾക്കാഴ്ച ലഭിക്കും. ഒരു ഉണർവ് ഉണ്ടാകും. ഒരുപക്ഷേ ഒരു ദീർഘകാലം ദ്വന്ദ്വം ആർന്ന് ചിന്തിച്ചിരുന്ന ഒരു തീരുമാനത്തിന് ഒടുവിൽ ഒരു ഉത്തരം കിട്ടും. ഒരു ദിശ കിട്ടും. ഒരു ആത്മബോധ ഉണർവ് ഉണ്ടാകും. ഇത് ഒരു ഭ്രമം അല്ല. ഇത് ഒരു ബ്രഹ്മാണ്ഡ ക്ഷണമാണ്. ആ ക്ഷണം സ്വീകരിക്കൂ. രാഹുദൃഷ്ടി ഒരു ദ്വിദ്വാരമാണ്. ഒരേ സമയം ഒരു അവസരവും ഒരു ചോദ്യവും ഉയർത്തും. ഇത് ശരിയോ, ഇത് ചെയ്യണോ എന്ന ഒരു ആന്തരിക ദ്വന്ദ്വം ഉണ്ടാകും. ഈ ദ്വന്ദ്വം ഒരു ദൗർബല്യം അല്ല. ഇത് ഒരു ഉൾജ്ഞാന ഉണർവ് ആണ്. ഈ ഘട്ടത്തിൽ ഏറ്റവും ഉള്ളിൽ നിന്ന് ഉത്തരം കേൾക്കൂ. അനുഭവജ്ഞാനത്തെ വിശ്വസിക്കൂ. ഉള്ളിന്റെ ഉള്ളിലെ ആ ശബ്ദം ഈ ഘട്ടത്തിൽ ദൈവദൂതനാണ്. ആ ശബ്ദം അനുസരിക്കൂ. കേതു ഈ ഘട്ടത്തിൽ ഒരു ആത്മശുദ്ധീകരണം ഉണ്ടാക്കും. ഒരുപക്ഷേ ഒരു ഭൂതകാല ദുഃഖം, ഒരു പഴയ വേദ, ഒരു ജനനകർമ്മം. ഈ അനുഗ്രഹത്തിന്റെ വഴിയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. എന്നാൽ ആ ദൈവാനുഗ്രഹം പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ ഈ ഗ്രഹമാറ്റങ്ങളുടെ ഊർജ്ജത്തോടൊപ്പം നിങ്ങളും ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. കർമ്മശുദ്ധി ഇല്ലാതെ ഗ്രഹബലം മാത്രം ഫലം നൽകില്ല. ആ സത്യം മീനം രാശിക്കാർ ഇപ്പോൾ മനസ്സിലാക്കേണ്ട നേരമാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ വ്യാഴാഴ്ചയും രാവിലെ ഉണർന്നു കുളിച്ച് ശുദ്ധിയോടെ ദൈവത്തെ ഓർക്കണം. വ്യാഴം മീനം രാശിക്ക് ഭഗ്നം ചെയ്ത സ്വപ്നങ്ങളെ തിരികെ നൽകാൻ ശ്രമിക്കുകയാണ്. ആ ഊർജ്ജത്തോടൊപ്പം ഒഴുകണമെങ്കിൽ ഗുരുദേവ ദിനമായ വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുക. ആ ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. വാഴമരത്തിൽ ജലം ഒഴിക്കുക. ഇത് ചെറിയ കാര്യം പോലെ തോന്നും. പക്ഷേ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ആത്മീയ ശക്തി അതിഗംഭീരമാണ്. ഗുരു ഭഗവാന്റെ കൃപ ഒരിക്കൽ ലഭിച്ചാൽ ജീവിതം ഒരു പുതിയ ദിശയിലേക്ക് തിരിഞ്ഞു നടക്കും. ശനിഗ്രഹത്തിന്റെ കർമ്മദൃഷ്ടി ഇപ്പോൾ നിങ്ങളുടെ മേൽ ഉണ്ട്. ശനിദേവൻ പ്രസാദിക്കണമെങ്കിൽ ശനിയാഴ്ചകളിൽ എള്ളു ദീപം തെളിക്കുക. ദരിദ്രരായ ആളുകൾക്ക് ഭക്ഷണം നൽകുക. അഗതികൾക്കും നിരാലംബർക്കും സഹായം ചെയ്യുക. ഇത് ഒരു ചടങ്ങല്ല. ഇത് ഒരു കർമ്മശുദ്ധിയുടെ ചക്രമാണ്. ശനി ഭഗവാൻ ഒരു ക്ഷണം കൂടി കാണിക്കും. ആ ക്ഷണത്തിൽ നന്മ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹം പരിശോധിക്കും. ദൈനംദിന ജീവിതത്തിൽ നന്മ ചെയ്യുന്ന ശീലം ഉണ്ടാക്കിക്കൊള്ളുക. ഓരോ ദിവസവും ഒരു ചെറിയ നല്ല കർമ്മം. അത് മതി ശനിയുടെ കർക്കശമായ നോട്ടം മൃദുവാകാൻ. രാഹുകേതു ദോഷം ഒഴിവാക്കാൻ ദുർഗ ഭഗവതിയെ ആരാധിക്കുക. ചൊവ്വാഴ്ചകളിൽ ചുവന്ന പൂക്കൾ ഭഗവതിക്ക് അർപ്പിക്കുക. ദേവീ സ്തോത്രങ്ങൾ ഉറക്കെ ചൊല്ലുക. ഉള്ളിൽ നിന്ന് ഉള്ള ഭക്തി. ആ ഭക്തി ദേവി ഏറ്റുവാങ്ങും. നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ ഏറ്റ തെറ്റുകൾ, ഏറ്റ കഷ്ടതകൾ, ആ ഭാരം ദേവിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കൂ. ആ ഭാരം ഇനി നിങ്ങൾ ഒറ്റയ്ക്ക് ചുമക്കേണ്ടതില്ല. ഒരു ആത്മീയ പരിഹാരം കൂടിയുണ്ട്.
വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി ദേവിക്ക് തൃക്കൈ ഒഴിക്കുക. വെള്ള നിറത്തിലുള്ള പൂക്കൾ അർപ്പിക്കുക. ഗൃഹലക്ഷ്മി പ്രസാദിച്ചാൽ ഐശ്വര്യം സ്വയം വന്നു ചേരും. ഇപ്പോഴത്തെ ഗ്രഹനില ലക്ഷ്മി കടാക്ഷത്തിന് ഏറ്റവും അനുകൂലമാണ്. ഈ വെള്ളിയാഴ്ചകൾ ഒരിക്കലും വ്യർത്ഥമാക്കരുത്. ആ ദിവസം ഒരു ദീപം കൂടി കൂടുതൽ തെളിച്ചാൽ ആ വെളിച്ചം നിങ്ങളുടെ ഭാഗ്യമാർഗം തെളിയിക്കും. ഉറക്കത്തിനു മുൻപ് ഒരു ശീലം ഉണ്ടാക്കൂ. ആ ദിവസം ചെയ്ത നന്മകൾ ഓർക്കുക. ഹൃദയം നിറഞ്ഞ ഒരു കൃതജ്ഞത ദൈവത്തോട് പ്രകടിപ്പിക്കൂ. ഈ കൃതജ്ഞതാഭാവം ഇത് ഏറ്റവും ശക്തിയുള്ള ആത്മീയ ആയുധമാണ്. നന്ദി ഉള്ളിൽ ഉണ്ടായാൽ ജീവിതം കൂടുതൽ കൊടുക്കും. ദൈവം ഒരിക്കലും കൃതജ്ഞരായ ആളുകളെ കൈവിടില്ല. കർമ്മദോഷം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജീവിതത്തിൽ ആവർത്തിക്കുന്ന തടസ്സങ്ങൾ ഉണ്ടോ? ഒരേ കഷ്ടത വീണ്ടും വീണ്ടും വരുന്നുണ്ടോ? എങ്കിൽ ആദ്യം ക്ഷമ ചോദിക്കൂ. ദൈവത്തോടും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നോവിച്ചിട്ടു ഉള്ള ഓരോ മനസ്സിനോടും. ആ ക്ഷമ ആന്തരികമായ ഒരു ശുദ്ധി നൽകും. ആ ശുദ്ധി ഗ്രഹ ഊർജ്ജത്തിന്റെ സഞ്ചാരം ത്വരിതപ്പെടുത്തും. ഇത് ശാസ്ത്രമല്ല, ഇത് ആത്മജ്ഞാനം. ആ ജ്ഞാനം ഉള്ളിൽ ഉള്ളവർ ഈ ഗ്രഹഘട്ടത്തിൽ ഏറ്റവും വലിയ ഫലങ്ങൾ അനുഭവിക്കും. ഒരു ദേവാലയ ദർശനം. ആ ഒരൊറ്റ കാര്യം ജീവിതത്തിന്റെ ഗതി മാറ്റും. ഏത് ക്ഷേത്രത്തിലും പോകൂ, ഏത് ദൈവത്തെ ആരാധിക്കൂ. ഹൃദയം ശുദ്ധമായി ആ ദൈവസന്നിധിയിൽ നിൽക്കൂ. ആ ഒരു നിമിഷം ഒരു ജന്മത്തിന്റെ ഭാരം ഇറക്കിവെക്കാൻ ശക്തി നൽകും. ഈ ഗ്രഹഘട്ടത്തിൽ ദേവാലയ ദർശനം കൂടുതൽ ഫലദായകമാകും. ദൈവസന്നിധി ഒരു ആകർഷണ കേന്ദ്രം പോലെ. നിങ്ങളുടെ ആഗ്രഹ ഊർജ്ജം ആ ദൈവ ഊർജ്ജവുമായി ചേരുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. ഒരു കാര്യം കൂടി, ദുഃഖചിന്തകൾ ഒഴിവാക്കൂ. ഇത് ഒരു ഉപദേശമല്ല, ഇത് ഒരു ഗ്രഹ യാഥാർത്ഥ്യമാണ്. ഇപ്പോഴത്തെ ഗ്രഹഘട്ടത്തിൽ നെഗറ്റീവ് ചിന്ത ഊർജ്ജ നഷ്ടം ഉണ്ടാക്കും. ആ ഊർജ്ജ നഷ്ടം ഗ്രഹഫലങ്ങൾ ദുർബലമാക്കും. ആകയാൽ ഓരോ ദിവസവും ഒരു ഭംഗിയുള്ള ചിന്ത കൊണ്ട് ആരംഭിക്കൂ. ഇന്ന് എനിക്ക് നല്ലത് നടക്കും. ആ ഒരൊറ്റ ചിന്ത ദൈവ ഊർജ്ജത്തോടൊപ്പം ചേർന്ന് യാഥാർത്ഥ്യമാകും. ഈ ആത്മീയ ഒരുക്കങ്ങൾ പൂർത്തിയായ ശേഷം ഗ്രഹഫലങ്ങൾ ഇരട്ടി ശക്തിയോടെ നിങ്ങളിലേക്ക് വരും. ആ ഫലങ്ങൾ ഏതൊക്കെ ദിശകളിൽ ആണ് ആദ്യം പ്രത്യക്ഷമാകും? അത് ഇനി ഉടൻ നോക്കാം. തൊഴിൽ ജീവിതത്തെക്കുറിച്ച് ആദ്യം സംസാരിക്കാം. മീനം രാശിക്കാർക്ക് ഇപ്പോൾ ഒരു ശക്തിയേറിയ ഊർജ്ജഘട്ടം ആരംഭിക്കുകയാണ്. ഇത്രകാലം ചെയ്ത അധ്വാനം, ഇത്രകാലം കാത്തിരുന്ന ആഗ്രഹം, ഇനി ഫലം കൊടുക്കാൻ ഗ്രഹങ്ങൾ തയ്യാറായിരിക്കുകയാണ്. ഗുരുഭഗവാന്റെ ദൃഷ്ടി ഇപ്പോൾ നിങ്ങളുടെ തൊഴിൽ ഭാഗ്യം ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനർത്ഥം ഇക്കാലത്ത് ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും കൃത്യമായ ഫലം ലഭിക്കും. ഉദ്യോഗ മേഖലയിൽ ഉള്ളവർക്ക് ഒരു നല്ല വാർത്ത ഉടൻ ലഭിക്കും. ദീർഘകാലമായി കാത്തിരിക്കുന്ന ഒരു സ്ഥാനക്കയറ്റം, ഒരു ശമ്പള വർധനവ്, അല്ലെങ്കിൽ ഒരു നല്ല ചുമതല, ഇവ ഇനി വൈകില്ല. ഈ ഗ്രഹഘട്ടം വ്യക്തിഗത ഉദ്യോഗഭാഗ്യം ശക്തമാക്കുന്ന ഒരു ഘട്ടമാണ്. ഉന്നത ഉദ്യോഗസ്ഥരുടെ ദൃഷ്ടി ഇപ്പോൾ നിങ്ങളിലേക്ക് വരും. നിങ്ങളുടെ കഴിവ് ഇനി ആരും കണ്ടില്ലെന്ന് നടിക്കില്ല. ദൈർഘ്യമേറിയ ഒരു കാത്തിരിപ്പിന്റെ ഫലമായി ഒരു തിരിച്ചറിയൽ ഉടൻ ലഭിക്കും. ആ തിരിച്ചറിയൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ദിശയിൽ നിന്ന് ആകും. ആ ആശ്ചര്യം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജോലി മേഖലയിൽ ഇതുവരെ ഒരു വിഷമം അനുഭവിച്ചവർ ഉണ്ടാകും. ഒരു അനീതി, ഒരു അവഗണന, ഒരു ചതി. ആ ഓർമ്മ ഇനിയും ഉള്ളിൽ ഉണ്ടെങ്കിൽ ഇനി ആ ഭൂതകാലം ആഘോഷിക്കേണ്ടതില്ല. കാരണം ഇനിയുള്ള ദിനങ്ങൾ ആ ഭൂതകാലത്തെ തിരുത്തും. ആ ചതി ചെയ്തവർ ഇന്ന് ഏത് ഉയരത്തിൽ ഇരിക്കുന്നുവോ ഗ്രഹന്യായം അവർക്ക് ഉചിതമായ ഫലം നൽകും. നിങ്ങൾക്ക് പ്രതികാരം ചെയ്യേണ്ടതില്ല. ഗ്രഹങ്ങൾ ആ ജോലി ഏറ്റെടുത്തിരിക്കുന്നു. നിങ്ങൾ ശാന്തതയോടെ മുന്നോട്ട് നടക്കൂ. ഭാഗ്യം നിങ്ങൾക്ക് വഴി കാണിക്കും. ആദ്യ 7 ദിനങ്ങൾ. ഇവ ഒരു ദ്വന്ദ്വഘട്ടമാണ്. ഒരു ഭാഗത്ത് ഉഭവങ്ങൾ ഒഴുകിവരും, മറ്റൊരു ഭാഗത്ത് ചില തടസ്സങ്ങൾ കൂടി ഉണ്ടാകും. ഈ 7 ദിനങ്ങളിൽ ഒരു കാര്യം ശ്രദ്ധിക്കൂ. ഉദ്യോഗ ബന്ധപ്പെട്ട ഒരു ചർച്ച ഉണ്ടാകും. ആ ചർച്ചയിൽ ശ്രദ്ധ ഉണ്ടായിരിക്കണം. ആ ചർച്ചയിൽ ഒരു ഉടൻ തീരുമാനം ആവശ്യമില്ല. ക്ഷമയോടെ ആലോചിക്കൂ. ഉചിതമായ തീരുമാനം ഉണ്ടാകും. ചില ചർച്ചകൾ ഉടൻ ഫലം നൽകില്ല, പക്ഷേ ആ ചർച്ചകൾ ഭാവി ഒരു ഫലത്തിന്റെ ബീജം പാകുന്ന ഘട്ടമാണ്. ആ ഘട്ടത്തെ ലഘുവായി കാണരുത്. ബിസിനസ് ചെയ്യുന്ന മീനം രാശിക്കാർക്ക് ഇത് ഒരു അഗ്നിഘട്ടമാണ്. ഒരു നല്ല അർത്ഥത്തിൽ ബിസിനസ് ഇടപാടുകളിൽ ഒരു ഉണർവ് ഉണ്ടാകും. ദീർഘകാലമായി ഒഴുകാതിരുന്ന ഒരു ഇടപാട്, ഒരു ബന്ധം, ഒരു ആശ്രയം, ഇവ ഇനി ഒഴുകി വരും. ഒരു പുതിയ ഉടമ്പടി, ഒരു പുതിയ കൂട്ടുകെട്ട്, ഒരു നല്ല ഉപഭോക്താവ്, ഇവ ഈ ഘട്ടത്തിൽ ഉണ്ടാകും. ഗ്രഹ ഊർജം ഇപ്പോൾ ബിസിനസ് ഭാഗ്യചക്രം ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. ബിസിനസ്സിൽ ഒരു ഭൂതകാല ബാധ്യത ഉണ്ടെങ്കിൽ ആ ബാധ്യത ഇനി കുറഞ്ഞു വരും. ഇത്രകാലം അടക്കാൻ കഴിയാതിരുന്ന ഒരു കടം, ഒരു ബാധ്യത, ഒരു നല്ല ഇടപാടിലൂടെ തീർക്കാൻ കഴിയും. ഇത് ഒരു ആകസ്മിക സൗഭാഗ്യം ആകാം, ഒരു പ്രതീക്ഷിക്കാത്ത ഒരു ഉറവിടത്തിൽ നിന്നുള്ള ഒരു ആദായം ആകാം. ആ ഒഴുക്ക് ഉടൻ ആരംഭിക്കും. എന്നാൽ ഒരു ജാഗ്രത ആവശ്യമാണ്. ഈ ഘട്ടത്തിൽ ആരെങ്കിലും ഒരു ദ്രുതഗതിയിലുള്ള നേട്ടത്തിന്റെ വഴി കാണിക്കുന്നുണ്ടെങ്കിൽ ആ വഴിയിൽ ശ്രദ്ധ ആവശ്യമാണ്. തിരക്ക് കൂടിയ ഒരൊറ്റ ഇടപാടിൽ ഒരു ചതി ഒളിഞ്ഞ് ഇരിക്കാം.
ഒരു ഇടനിലക്കാരൻ ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു ഉപദേശം നൽകിയേക്കാം. ആ ഉപദേശം ഉടൻ അംഗീകരിക്കേണ്ടതില്ല. ശ്രദ്ധ, ഒരു ഉചിതമായ ആലോചന. ഇവ ബിസിനസ് ഭദ്രമാക്കും. ഗ്രഹ ഊർജം ഭാഗ്യം നൽകും. നിങ്ങളുടെ ബുദ്ധി ആ ഭാഗ്യം സംരക്ഷിക്കും. സാമ്പത്തിക ഭാഗ്യത്തിൽ ഒരു ഉദയം ഇടുകയാണ്. ദീർഘകാലമായി ഒരു ധനതടസ്സം അനുഭവിച്ചിരുന്നവർ ഉണ്ടാകും. ആ ധനതടസ്സം ഇനി ക്രമേണ ഒഴിഞ്ഞു മാറും. ഒഴുകാതിരുന്ന ഒരു ധന ഉറവ് ഇനി ഒഴുകി തുടങ്ങും. ഇടയ്ക്ക് ഒരു നേട്ടം, ഇടയ്ക്ക് ഒരു ചെലവ്. ഇങ്ങനെ ഒരു ചലനം ഉണ്ടാകും. ഈ ചലനത്തെ ഭയക്കേണ്ടതില്ല. ചലനം ഉള്ളിടത്ത് ഭാഗ്യം ഒഴുകും. നിശ്ചലമായ ഒരു ജലം ദുർഗന്ധമാകും. ഒഴുകുന്ന ജലം ജീവൻ നൽകും. ഇത് ധനത്തിലും ബാധകമാണ്. ഒരു ആദായ ഉറവ് ഇനി ഒഴുകി വരും. അത് ഉദ്യോഗസ്ഥലത്തു നിന്ന് ആകാം, ഒരു ഭൂ ഇടപാടിൽ നിന്ന് ആകാം, ഒരു ഓഹരി നിക്ഷേപത്തിൽ നിന്ന് ആകാം, ഒരു പ്രതീക്ഷിക്കാത്ത ഒരു ഉപഹാരം ആകാം. ആ ഉറവ് ഏത് ദിശയിൽ നിന്ന് വരും എന്ന് ഇപ്പോൾ ഉറപ്പു പറയാൻ കഴിയില്ല. പക്ഷേ ഒരു ഒഴുക്ക് ഉണ്ടാകും. ആ ഒഴുക്ക് ഉടൻ ആരംഭിക്കും. ഗ്രഹഘട്ടം ഇത് ഉറപ്പു നൽകുന്നു. 7 ദിനങ്ങൾ കഴിഞ്ഞ് 11 മുതൽ 14 ദിനം വരെ ഒരു ഉദ്ദേശഘട്ടമാണ്. ഒരു പദ്ധതി ആദ്യം ചർച്ച ചെയ്യുക. ഒരു ബന്ധം ഉദ്ദേശ്യശുദ്ധിയോടെ ഉറപ്പുവരുത്തുക. ഒരു ഉടമ്പടി ഔദ്യോഗികമാകേണ്ടതുണ്ടെങ്കിൽ ആ ഘട്ടം ഇതാണ്. ഈ ദിനങ്ങൾ ഒരു കരുണയുടെ ദിനങ്ങൾ കൂടിയാണ്. ഈ ദിനങ്ങളിൽ ഒരു ഉദ്ദേശ്യശുദ്ധിയോടെ ഒരു ഹൃദയ തീരുമാനം ഉണ്ടായാൽ ആ തീരുമാനം ഭാഗ്യം ആകും. ഉദ്യോഗ, ബിസിനസ്, ഭൂമിയിൽ ഒരു ദ്വന്ദ്വ ഊർജം. പ്രണയം. ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ മീനം രാശിക്കാരുടെ മനസ്സ് ഒരു പ്രത്യേക താളത്തിൽ മിടിക്കും. കാരണം മീനം രാശിക്കാർ സ്വഭാവത്തിൽ തന്നെ അഗാധമായ വൈകാരിക ഊർജം ഉള്ളവരാണ്. ഇവർ സ്നേഹിക്കുന്നത് മുഴുവൻ ഹൃദയം കൊണ്ടാണ്. ഒരു പകുതി ഹൃദയം കൊണ്ട് ഇവർ ആരെയും ഒരിക്കലും സ്നേഹിക്കില്ല. ഇപ്പോൾ ഗ്രഹനിലകൾ പറയുന്നത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങിയിരിക്കുന്നു എന്നാണ്. ഇക്കാലം വരെ പ്രണയത്തിൽ നിരാശ അനുഭവിച്ചവർ ഉണ്ടെങ്കിൽ, ഒരു ബന്ധം ഉണ്ടായിട്ടും അത് ശരിയായ ദിശയിൽ പോകുന്നില്ല എന്ന് തോന്നിയവർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബന്ധം ആഗ്രഹിക്കുന്നു എന്നാൽ അത് സാധ്യമാകുന്നില്ല എന്ന് വേദനിക്കുന്നവർ ഉണ്ടെങ്കിൽ, ഇനിയുള്ള ദിനങ്ങൾ നിങ്ങൾക്ക് ഒരു പുതിയ ഉത്തരം നൽകാൻ പോകുന്നു. ഗുരു ഭഗവാൻ നിങ്ങളുടെ സ്നേഹഭാഗ്യത്തെ ഈ ഘട്ടത്തിൽ ഉണർത്തുകയാണ്. ശുക്രൻ, പ്രണയത്തിന്റെ ദേവൻ, ഇപ്പോൾ ഒരു ഊർജ്ജസ്വലമായ ഭാവത്തിൽ നിൽക്കുന്നു. ഇത് ഒരു ചെറിയ സൂചനയല്ല. ഇത് ഒരു ദൈവിക അനുഗ്രഹത്തിന്റെ ആരംഭമാണ്. ഒറ്റപ്പെട്ടവർക്ക് ഒരു പ്രണയബന്ധത്തിന്റെ ആരംഭം ഈ കാലഘട്ടത്തിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെ ശക്തമാണ്. ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച്, ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. ആ കണ്ടുമുട്ടൽ യാദൃശ്ചികമെന്ന് തോന്നുമ്പോഴും അത് യാദൃശ്ചികമേ ആകില്ല. ഗ്രഹങ്ങൾ ആ നിമിഷം ആസൂത്രണം ചെയ്തുകൊണ്ടിരുന്നു. ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവദൂതനെ പോലെ വരും. ഇപ്പോൾ ഒരു ബന്ധത്തിലുള്ളവർക്ക് ഈ ഘട്ടം വളരെ സൂക്ഷ്മമായ ഒരു ഘട്ടമാണ്. ഗ്രഹനിലകൾ പ്രകാരം ബന്ധത്തിൽ ഉള്ള ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം, ഒരു ചെറിയ തെറ്റിദ്ധാരണ ഈ ദിനങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഘട്ടത്തിൽ ക്ഷമ ഒരു ദൈവദത്തമായ ആയുധമാണ്. ഒരിക്കലും ദേഷ്യത്തിൽ തീരുമാനം എടുക്കരുത്. ഒരിക്കലും രൂക്ഷമായ വാക്കുകൾ ഉപയോഗിക്കരുത്. കാരണം ഈ ഘട്ടത്തിൽ ഒരു ചെറിയ തെറ്റ് ഒരു വലിയ ബന്ധത്തെ പൊട്ടിക്കാൻ ശേഷിയുള്ളതാണ്. ക്ഷമയോടെ കാത്തിരിക്കൂ. ഈ ഘട്ടം കടന്നു പോകും. ഗ്രഹങ്ങൾ ഉടൻ തന്നെ ഒരു ശാന്തിയുടെ ഊർജം നൽകും. വിവാഹം. ഇത് പലരുടെയും ഏറ്റവും ആഴമായ ആഗ്രഹമാണ്. മീനം രാശിക്കാർ ഇപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിലൂടെ കടന്നു പോകുകയാണ്. വിവാഹ ആലോചനകൾ ഈ കാലഘട്ടത്തിൽ ഒരു നല്ല ദിശയിലേക്ക് തിരിയുന്നതിനുള്ള ഗ്രഹ അനുകൂലം ഉണ്ട്. ദീർഘകാലമായി കാത്തിരിക്കുന്ന ഒരു വിവാഹ ആലോചന ഈ ഘട്ടത്തിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തുന്നതിന്റെ ലക്ഷണം ഗ്രഹനിലകൾ കാണിക്കുന്നു. ഗുരു ഭഗവാൻ 7ാം ഭാവത്തിൽ ദൃഷ്ടി ചൊരിയുന്നത് ഒരു ദൈവിക അനുഗ്രഹം തന്നെയാണ്. ഈ ഒരു അനുഗ്രഹം ഇത്ര ശക്തമായ രീതിയിൽ ലഭിക്കുന്നത് ഒരു ദുർലഭ ഘട്ടത്തിൽ മാത്രമേ സംഭവിക്കൂ. കുടുംബ ജീവിതത്തിൽ ഒരു നൂതനമായ ഊർജം ഉണ്ടാകും. വീട്ടിൽ ദീർഘകാലമായി ഉണ്ടായിരുന്ന ഒരു ഭിന്നത അവസാനിക്കും. ഒരു ബന്ധുവുമായി ഉണ്ടായ തർക്കം ഒരു ക്ഷമ ഒരൊഴിഞ്ഞ നിമിഷത്തിൽ തീർന്നു പോകും. ഒരു ദൂരെ ഉള്ള ബന്ധുവിൻ്റെ ഒരു സന്ദേശം, ഒരു ഫോൺ വിളി, ഒരു കത്ത്, ഇത് നിങ്ങൾക്ക് ഒരു പ്രത്യേക ആനന്ദം നൽകും. അമ്മ ഇല്ലാത്തവർക്ക് അമ്മ ഓർമ്മ ഉണ്ടാകും. അച്ഛൻ ഇല്ലാത്തവർക്ക് ആ ബന്ധത്തിന്റെ ഊഷ്മളത ഒരു സ്വപ്നത്തിൽ അനുഭവപ്പെടും. ഈ ഭൂമിയിൽ ഇല്ലാത്ത ആത്മീയ ബന്ധനങ്ങൾ ഇക്കാലത്ത് ഒരു ദൈവിക ആശ്വാസമായി നിങ്ങൾക്ക് അനുഭവപ്പെടും. ദാമ്പത്യ ജീവിതം. ഇത് ഏറ്റവും ആഴമായ ഒരു ആത്മബന്ധമാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഈ ഘട്ടത്തിൽ ഒരു പ്രത്യേക മധുരം ഉണ്ടാകും. ഇണയോടൊത്ത് ഒരു ദൂരയാത്ര, ഒരു ക്ഷേത്ര ദർശനം, ഒരു ചെറിയ ആഘോഷം. ഇത് ബന്ധത്തിൽ ഒരു പുതിയ ഊർജം നൽകും. ഇണ നിങ്ങളെ ഒരു ആഴമായ രീതിയിൽ മനസ്സിലാക്കുന്ന ഒരു ഘട്ടം ഇത് ആകും. ഈ ഊർജം ഉപയോഗിക്കൂ. ഈ ഘട്ടം ഉണ്ടാകുന്ന ഐക്യം വരും കാലങ്ങളിൽ ഒരു ശക്തമായ ആധാരം ആകും. ആരോഗ്യം. ഇത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദൈവദാനമാണ്. ഈ ഘട്ടത്തിൽ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ഇരട്ടി ശ്രദ്ധ ആവശ്യമാണ്. ഗ്രഹനിലകൾ സൂചിപ്പിക്കുന്നത് ഈ ഘട്ടത്തിൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ തലപൊക്കാൻ ശ്രമിക്കുമെന്നാണ്. അമിതമായ ജോലി ഭാരം, ഉറക്കക്കുറവ്,
ഭക്ഷണക്രമക്കേട്. ഇവ ഒരുമിച്ചു ചേരുമ്പോൾ ശരീരം ഒരു ക്ഷീണ സൂചന നൽകും. ആ സൂചനയെ അവഗണിക്കരുത്. വയർ, ദഹനക്രിയ ഇവ ഈ ഘട്ടത്തിൽ ഒരു ശ്രദ്ധ ആവശ്യപ്പെടും. ഭക്ഷണം ഒരു ദൈവകൃതജ്ഞതയോടെ കഴിക്കൂ. ധൃതിയിൽ ഭക്ഷണം കഴിക്കുന്ന ശീലം ഇക്കാലത്ത് ഒഴിവാക്കൂ. ശ്വാസക്രിയകൾ, പ്രാണായാമം, ലളിതമായ ഒരു ആസനം ഇവ ദിവസേന ഒരു 20 മിനിറ്റ് ചെയ്താൽ ഈ ഘട്ടത്തിലെ ആരോഗ്യ ഭീഷണി ഒരു പരിധിവരെ ഒഴിവാക്കാൻ ആകും. ജലം. ഈ ഘട്ടത്തിൽ ജലം ഒരു ദൈവ ഔഷധമാണ്. ദിവസം 7 ഗ്ലാസ് ജലം കഴിക്കൂ. ഓരോ ഗ്ലാസ് ജലം കഴിക്കുമ്പോഴും ദൈവനാമം ഒരിക്കൽ ഓർക്കൂ. ഈ ഒരു ചെറിയ ശ്രദ്ധ നിങ്ങളുടെ ആരോഗ്യത്തെ ഒരു നല്ല ദിശയിൽ നിലനിർത്തും. മാനസിക ആരോഗ്യം. ഇത് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധ ആവശ്യപ്പെടുന്ന ഒരു മേഖലയാണ്. ഗ്രഹനിലകൾ, ഒരു ഉള്ളിലെ ഒരു അസ്വസ്ഥത, ഒരു ഉത്കണ്ഠ, ഒരു ഭയം ഇവ ഉണ്ടാകാൻ സാധ്യതയുള്ള ഘട്ടമാണ് ഇത് എന്ന് സൂചിപ്പിക്കുന്നു. ഈ ഉള്ളിലെ ശബ്ദങ്ങൾ ഒരിക്കലും ഒഴുകിപ്പോകാൻ അനുവദിക്കൂ. ദൈവഭജനം, ആത്മീയ ഗ്രന്ഥം, ഒരു ഗുരുനാഥന്റെ ഉപദേശം ഇവ ഈ ഘട്ടത്തിൽ മനസ്സിന് ഒരു ശാന്തി നൽകും. ഒരിക്കലും ഒറ്റയ്ക്ക് ഈ ഭാരം വഹിക്കരുത്. ഒരു വിശ്വസ്ത ഹൃദയത്തോട് ഒരു ഒഴുകൂ. ഒരു ആശ്വാസമുണ്ടാകും. ദൃഷ്ടി. ഈ ഘട്ടത്തിൽ കണ്ണുകൾക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന സമയം ഒരു പരിധിക്കുള്ളിൽ നിർത്തൂ. ഉറക്കം. ദിവസം 7 മണിക്കൂർ ഉറക്കം ഈ ഘട്ടത്തിൽ ഒരു ദൈവദാനം പോലെ ഉണ്ടാക്കൂ. ഉറക്കക്കുറവ് ഈ ഘട്ടത്തിൽ ഒരു ശൃംഖലാഫലം ഉണ്ടാക്കും. ഒരു ദിവസം ഉറക്കം ഇല്ലെങ്കിൽ ഒരാഴ്ചത്തെ ആരോഗ്യം ക്ഷയിക്കും. ഈ ഒരു ലളിതജ്ഞാനം ഓർമ്മ വെക്കൂ. ശ്വാസകോശ സംബന്ധമായ ചെറിയ ബുദ്ധിമുട്ടുകൾ ഈ ഘട്ടത്തിൽ ചിലർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജലദോഷം, ചുമ, ഒരു ചെറിയ ശ്വസന ബുദ്ധിമുട്ട് ഇവ ഈ ഘട്ടത്തിൽ ഒരു ശ്രദ്ധ ആവശ്യപ്പെടുന്നു. ആയുർവേദ കഷായം, തുളസി ചായ, ഇഞ്ചി, മഞ്ഞൾ ഈ പ്രകൃതിദത്ത ഔഷധങ്ങൾ ഈ ഘട്ടത്തിൽ ഒരു ദൈവകൃപ പോലെ ഉപയോഗിക്കൂ. ജ്യോതിഷ ചികിത്സ. ഗ്രഹദോഷ പരിഹാരമായി ഈ ഘട്ടത്തിൽ ഓരോ ബുധനാഴ്ചയും ഗണേശ ഭഗവാനെ ദർശിക്കൂ. ഗണേശ ഭഗവാൻ ആരോഗ്യഭാഗ്യത്തിന്റെ ഒരു ദൈവ ഊർജ്ജമാണ്. ഓം ഗം ഗണപതയെ നമഃ ഈ മന്ത്രം ദിവസം 108 തവണ ജപിക്കൂ. ഈ ഒരു ലളിത ഉപാസന ആരോഗ്യഭാഗ്യം ഉണ്ടാക്കും. വിദ്യ. ഈ ഘട്ടത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ഉണർവ് ഉണ്ടാകും. ഒരു പരീക്ഷ, ഒരു ഫലം, ഒരു സ്കോളർഷിപ്പ്, ഒരു ഉന്നത വിദ്യാഭ്യാസ അവസരം ഇത് ഈ ഘട്ടത്തിൽ ഒരു ദൈവദൂതിനെ പോലെ വരും. ദീർഘകാലം ഒരു കോഴ്സ് ചേരാൻ ആഗ്രഹിച്ചവർക്ക് ഇക്കാലത്ത് ഒരു ദ്വാരം തുറക്കപ്പെടും. ഈ ദ്വാരം ഒരിക്കലും അടഞ്ഞ ദ്വാരം ആയിരുന്നു. ഗ്രഹ ഊർജം ഇത് ഇപ്പോൾ തുറക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് ഈ ഘട്ടം ഒരു ഏകാഗ്രത ഇരട്ടിക്കുന്ന ഘട്ടമാണ്. ബുധഗ്രഹം, ഏകാഗ്രതയുടെ ദേവൻ, ഇപ്പോൾ ഒരു അനുകൂല ഭാവത്തിൽ നിൽക്കുന്നു. ഈ ഊർജം ഉപയോഗിക്കൂ. ദിവസം ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 മണിക്കൂർ ഏകാഗ്രതയോടെ പഠിക്കൂ. ഫലം ഉറപ്പായിരിക്കും. യാത്ര. ഈ ഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട യാത്ര ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു ദൂരസ്ഥലത്തേക്ക്, ഒരു ക്ഷേത്രയാത്ര, ഒരു ബിസിനസ് യാത്ര, ഒരു കുടുംബയാത്ര. ഈ ഓരോ യാത്രയും ഒരു ദൈവ ആഗ്രഹത്തിന്റെ ഫലം ആകും. ഈ ഘട്ടത്തിൽ ഒരു വിദേശ അവസരം ഉണ്ടാകാനുള്ള ഗ്രഹ ഊർജം ഇടത്തരം ശക്തിയോടെ ഉണ്ട്. ദൂരദേശ ജോലി, വിദേശ ഉദ്യോഗം, ഒരു ഉന്നത പഠനാവസരം ഇത് ഈ ഘട്ടത്തിൽ ഒരു ചർച്ച ആരംഭം ഉണ്ടാകും. ഈ ഒരു ആരംഭം ആഴ്ചകൾ കൊണ്ട് ഒരു യാഥാർത്ഥ്യം ആകും. വടക്കൻ ദിശ ഈ ഘട്ടത്തിൽ ഒരു ശുഭദിശ ആണ്. ഒരു വടക്ക് ദിശ യാത്ര, ഒരു വടക്ക് ദേശ ജോലി അവസരം ഇത് ഈ ഘട്ടത്തിൽ ഒരു ഗ്രഹ അനുഗ്രഹം ആകും. ഒരു യാത്ര ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഘട്ടത്തിൽ ആ ആഗ്രഹം നടക്കാൻ ദൈവ ഊർജം അനുകൂലമാണ്. മറഞ്ഞ ഭീഷണി. ഈ ഘട്ടത്തിൽ ഒരു ഒളിഞ്ഞ ഭീഷണി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു ചതിക്കുഴി, ഒരു ഗൂഢശത്രു, ഒരു ഒളിഞ്ഞ ദ്രോഹം ഇവ ഈ ഘട്ടത്തിൽ ഒരു ജാഗ്രത ആവശ്യപ്പെടുന്നു. ആർക്കും ഒരു ഗൂഢരഹസ്യം പറയരുത്. ഒരു ആഗ്രഹം, ഒരു ആശ, ഒരു പദ്ധതി ഇവ ഒരു തിരഞ്ഞെടുത്ത വ്യക്തിയോട് മാത്രം പറയൂ. ഗ്രഹ ഊർജം, ഒരു ഒളിഞ്ഞ ശക്തി ഈ ഘട്ടത്തിൽ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ഈ ഒരു ജ്ഞാനം ഒരു ദൈവദൂതിനെ പോലെ ഉള്ളിൽ സൂക്ഷിക്കൂ. പെട്ടെന്നുള്ള ലാഭം. ഗ്രഹ ഊർജം ഒരു അപ്രതീക്ഷിത ലാഭ സൂചന നൽകുന്നു. ഒരു ലോട്ടറി, ഒരു ബമ്പർ, ഒരു പഴയ ബന്ധത്തിൽ നിന്ന് ഒരു സഹായം ഇവ ഈ ഘട്ടത്തിൽ ഒരു ദൈവദൂതിനെ പോലെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു ആർക്കും പ്രതീക്ഷിക്കാത്ത ഒരു ദ്വാരം ഈ ഘട്ടത്തിൽ തുറക്കപ്പെടാൻ ഗ്രഹ ഊർജമുണ്ട്. ഈ ഒരു ലഭ്യത ഒരു ഉദ്ദേശ്യ ലക്ഷ്യ ഉപയോഗത്തിൽ ഉപയോഗിക്കൂ. ദൈവദർശനം, ഒരു ദൈവഭജനം, ഒരു ദൈവദാനം ഇവ ഈ ലഭ്യ ഊർജത്തെ ഇരട്ടിക്കും. ഇനി ഇവിടെ ഒന്ന് നിൽക്കൂ. കാരണം ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു അടുത്ത കാലത്ത് ഒരു ജ്യോതിഷ ചരിത്രത്തിൽ ഒരു ദുർലഭ ഘട്ടം ഉണ്ടാകാൻ പോകുകയാണ് എന്നാണ്. ഇത് ഒരു ഉദ്ദേശ്യ പ്രസ്താവന